നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്റർ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ പരിചരണത്തിലിരിക്കുന്നവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. രാവിലെ 7:30 ആരംഭിച്ച യാത്രയിൽ 30 ഫിസിയോതെറാപ്പി അംഗങ്ങൾ, 10 സ്റ്റാഫ്, 10 വോളണ്ടിയർമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. 50 അംഗ ടീം ചെറായി ബീച്ച് സന്ദർശനത്തിനു ശേഷം കൊച്ചി മെട്രോയിൽ കയറി ആലുവയിൽ നിന്ന് മഹാരാജാസ് കോളേജ് സ്റ്റോപ്പിൽ നിന്ന് ജെട്ടിയിലെത്തി 2 മണിക്കൂർ നേരത്തെ ബോട്ട് യാത്രയും ആസ്വദിച്ചതിനു ശേഷമാണ് മടങ്ങിയത്. യാത്രയ്ക്ക് ഭാരവാഹികളായ പ്രസിഡന്റ് VJ തോംസൺ, സെക്രട്ടറി എൽസമ്മ ജോൺസൺ, OS വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ അൽ അസർ ഗ്രൂപ്പിന്റെ പബ്ലിക് ഹെൽത്ത് വിഭാഗവും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറും ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ്, SAPC പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ എന്നിവർ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പ്രജിത, ഡോക്ടർ ഭരത്, SAPC ഇടുക്കി ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയക് എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ ഇടമുട്ടം തറവാട്ടിൽ നഴ്സുമാർക്കായി പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ക്ലാസിന് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.